ഹായ് എവരി വൺ. അപ്പോൾ നമുക്ക് പെരിമീറ്റർ ആൻഡ് ഏരിയ ഗ്രേഡ് 6ൻ്റെ പാർട്ട് 4ൻ്റെ ഒരു വീഡിയോയിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ് പഠിച്ചു, അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതിൻ്റെ ഏരിയ പഠിച്ചു. അതുപോലെ തന്നെ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഇക്വേഷൻ ഓർക്കുന്നവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണെങ്കിൽ ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നായിരുന്നു അല്ലേ. അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 2 കൊണ്ട് ലെങ്തും ബ്രെഡ്ത്തും ആഡ് ചെയ്ത ശേഷം 2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 14 സെൻറ്റിമീറ്റർ. എന്താ അതിൻ്റെ അർത്ഥം? ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് പെരിമീറ്റർ ഈസ് ഗിവൺ അല്ലേ. ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, അതിൻ്റെ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്, അതിൻ്റെ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അതിൻ്റെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. ഓക്കെ, ഫൈൻ. സോ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ് തന്നേക്കുന്നത്? ലെങ്ത് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് അങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ ഇക്വേഷൻ എന്താണ്? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ് അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് പെരിമീറ്റർ അറിയാലോ. എത്രയാണ് നമ്മുടെ പെരിമീറ്റർ? യെസ്, ഇറ്റ്സ് 14 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 14 ഈസ് ഈക്വൽ ടു 2 × എൽ. എൽ എന്താ നമുക്കറിയോ? അറിയാം. എത്രയാ നമ്മുടെ എൽ? നമുക്കറിയാം എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണല്ലേ. നമുക്ക് ബി ആണ് ഇവിടെ അറിയാത്തത് അല്ലേ. യെസ്, 5 + ബി എന്താണ് നമുക്കറിയില്ല, അൺനോൺ. ഓക്കെ, ഇതുവരെ മനസ്സിലായോ? ഓക്കെ, സോ നമുക്കറിയാം ഈക്വൽ ടുവിന് ഇപ്പുറത്ത് വന്നാൽ മൾട്ടിപ്ലിക്കേഷൻ എന്താവും മക്കളെ? ഡിവിഷൻ ആവും അല്ലേ. ആൻഡ് ഡിവിഷൻ എന്താവും മക്കളെ? മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലേ. അതുപോലെ നമുക്കറിയാം എന്താണ്? പ്ലസ് ഈക്വൽ ടുവിന് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് മൈനസ് ആവും. മൈനസ് ഈക്വൽ ടുവിന് അപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താവും? അത് പ്ലസ് ആവും. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇവിടെ ബി, നമ്മുടെ ബ്രെഡ്ത്തായ ബി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ബി മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയല്ല ഇപ്പുറത്ത് കൊണ്ടുവരാൻ നോക്കാം. അതിന് ആദ്യം നമ്മൾ എന്താണ്? ഈ ബ്രാക്കറ്റിന് പുറത്തുള്ള ഈ 2ന് നമുക്കിവിടെ ചെയ്യാം. 2 ഇവിടെ എന്താ ശരിക്കും ചെയ്തേക്കുന്നത്? ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തേക്കാണ് അല്ലേ. സോ ഇവിടെ വരുമ്പോൾ എന്താവണോ? അത് നമ്മുടെ റൂൾ അനുസരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും അല്ലേ. സോ എന്താണ്? 14 / 2 ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം നമുക്ക് 5 + ബി. ഇനി ബ്രാക്കറ്റിൻ്റെ ആവശ്യമില്ല, മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ 14 / 2 എത്രയാണ് മക്കളെ? 14 / 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണല്ലേ. സോ 7 ഈസ് ഈക്വൽ ടു 5 + ബി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? ബി ആണല്ലേ. ബി മാത്രം നമുക്ക് അവിടെ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് ഈ 5 ഇപ്പുറത്ത് കൊണ്ടുവരാമല്ലോ. യെസ്, നമുക്കറിയാം 5 ഇവിടെ ഒരു പോസിറ്റീവ് ആണല്ലേ. 5 ഇവിടെ ആഡ് ചെയ്തേക്കാണ്, മാത്രമല്ല പോസിറ്റീവ് നമ്പറും ആണല്ലേ. സോ ഇത് ഇപ്പുറത്ത് വരുമ്പോൾ എന്താവണം? നമ്മുടെ റൂൾ അനുസരിച്ച് പ്ലസ് എന്താവും? മൈനസ് ആവും അല്ലേ. നമുക്കറിയാം, ഈ റൂൾ അറിയാം അല്ലേ. സോ 5 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? മൈനസ് ആവും. 5 - 7 - 5 ഈസ് ഈക്വൽ ടു ബി. 7 - 5 എത്രയാണ് മക്കളെ? 2 അല്ലേ. 2 ഈസ് ഈക്വൽ ടു ബി. അതായത് നമുക്ക് എന്താ പറയാം? ബി ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ബി എന്താ? നമ്മുടെ ബി എടുത്ത് ബി നമ്മുടെ ബ്രെഡ്ത്ത് ആണല്ലേ. സോ നമുക്ക് ബ്രെഡ്ത്ത് എന്തായിട്ട് കിട്ടി? 2 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പോൾ നമുക്ക് ലെങ്ത്തും ഉണ്ട് ബ്രെഡ്ത്തും ഉണ്ട്. അപ്പോൾ ഈ നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കാം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊന്ന് പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. യെസ്, പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. സോ പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × എൽ. എൽ എത്രയാണ് നമുക്ക് കിട്ടിയത്? അത് നമ്മൾ ആൾറെഡി ഉണ്ടായിരുന്നു അല്ലേ. 5 സെൻറ്റിമീറ്റർ പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണ് മക്കളെ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എത്രയാണ്? 2 അല്ലേ. 2 സെൻറ്റിമീറ്റർ. 5 + 2 സെൻറ്റിമീറ്റർ എത്രയാണ് മക്കളെ? 5 + 2 ഈസ് 7 റൈറ്റ്. ഓക്കെ, 7 സെൻറ്റിമീറ്റർ. സോ 7 × 2 എത്രയാണ്? 7 × 2 ദറ്റ് ഈസ് 14 സെൻറ്റിമീറ്റർ. യെസ്, കറക്റ്റാണ്. ഈ 14 തന്നെയല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നേക്കുന്ന 14? യെസ്, ഇറ്റ്സ് കറക്റ്റ്. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ലെങ്ത് ഇവിടെ തന്നിട്ടിട്ട് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ബ്രെഡ്ത്ത് തന്നിട്ട് ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് തന്നെയാണ്?
സെയിം മെക്കാനിസം തന്നെയാണ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും ഹോംവർക്ക് തരികയാണ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളത് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. സോ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിന്ന് എഴുതാം, ചെയ്തിട്ട് നിങ്ങൾ ഗ്രൂപ്പ് കമൻ്റായിട്ട് ആൻസർ ചെയ്താൽ മതി കേട്ടോ. സോ ക്വസ്റ്റ്യൻ ഇതാണ്: പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 28 centimeter. Okay. The length is 10 centimeter. Okay. Find the breadth. Okay. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇതേ മോഡൽ സ്റ്റെപ്പിൽ തന്നെ ചെയ്താൽ മതി. സോ ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻ്റായിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.